നടൻ ജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമയാണ് കീർത്തി ചക്ര. ആ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹത്തെ നമ്മൾ മലയാളികൾക്ക് പരിചിതമായത്. ഇന്ന് ജീവയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് 42 വയസ്സാവുകയാണ്. അപ്പോൾ ജീവ എന്ന് പറഞ്ഞ നടനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു സിനിമ യാത്രകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് RB ചൗധരി. സൂപ്പർ ഗുഡ് ഫിലിംസ് RB ചൗധരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാം. അദ്ദേഹം മലയാളത്തിലും കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പണ്ടൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടും അങ്ങനെ സിനിമകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിർമ്മാണങ്ങളൊക്കെ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് ജീവ. ശരിക്കും അമർ ചൗധരി എന്നാണ് ജീവയുടെ ശരിക്കുള്ള പേര്. ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ജീവയുടെ ഒരു സിനിമാ അഭിനയമൊക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ആസിയായി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് അന്ന് നായകനായിട്ട് വലുതായ ശേഷം നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാം എന്ന് പറയുന്ന ഒരു സിനിമ അമീർ സംവിധാനം ചെയ്ത്, നമ്മുടെ പരുത്തിവീരനൊക്കെ ചെയ്ത അമീർ സംവിധാനം ചെയ്ത റാമാണ് ശരിക്ക് ജീവനെ ഒരു നടൻ എന്ന രീതിയിൽ എന്താ പറയുക ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത്. അന്ന് ഒരു ശിവാജി ഗണേശന് ശേഷം ശരിക്കും പറഞ്ഞാൽ സൈപ്രസ് ഇന്റർനാഷണൽ അവാർഡ് അതിൽ കിട്ടുന്ന ഒരു മികച്ച നടൻ എന്നുള്ളൊരു അവാർഡ് കിട്ടുന്ന ഒരു നടനായിരുന്നു ജീവ. അത് ശിവാജി ഗണേശന് ശേഷം വേറെ ആർക്കും അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മലയാളികൾക്ക് പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഈ പറഞ്ഞ പോലെ മേജർ രവിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അതിൽ നമുക്കറിയാം ലാലേട്ടൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക മേജർ മഹാദേവൻ്റെ ഒരു ബഡ്ഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. അതൊരു തമിഴ് ക്യാരക്ടർ തന്നെയാണ് അതിൽ ജീവയുടെ അച്ഛൻ തന്നെയാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആ ഒരു സിനിമയൊക്കെ ഇറങ്ങുന്നവരെ ശരിക്കും മലയാളികൾക്ക് അത്ര വലിയ പരിചിതമല്ലായിരുന്നു. കാരണം തമിഴിൽ അദ്ദേഹം ചെയ്ത സിനിമകൾ അത്യാവശ്യം ഹിറ്റ് സിനിമകളും ശ്രദ്ധിക്കുന്ന സിനിമകളുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങനെ അധികം ഓടിയിട്ടില്ല ഈ പറയുന്ന ജീവയുടെ സിനിമകൾ. പക്ഷെ കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ജീവ ചെയ്ത സിനിമകൾക്കൊക്കെ കേരളത്തിലും അത്യാവശ്യം റിലീസുകൾ കിട്ടി തുടങ്ങി. നമ്മൾ മലയാളികളുടെ ജീവയുടെ സിനിമകളൊക്കെ കേരളത്തിലും കാണാനൊക്കെ നമ്മളിവിടെ തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകൾ എനിക്ക് തോന്നിയിട്ടുള്ള ജീവയുടെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമകളൊക്കെയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ശിവ മനസ്സുള്ള ശക്തി എന്ന് പറയുന്നത്. അത് രാജേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു കോമഡി സിനിമകൾ, ഒരു ലൈറ്റ് കോമഡി, റൊമാൻറ്റിക് കോമഡി എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ എന്താ പറയുക രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ശിവ മനസ്സുള്ള ശക്തി എന്ന് പറയുന്നത്. ആ ഒരു സിനിമ ജീവയ്ക്ക് ഒരു കമേഴ്ഷ്യൽ ഹീറോ എന്ന രീതിയിലും ജീവയ്ക്ക് വളരെയധികം ഗുണം ചെയ്ത ഒരു സിനിമയായിരുന്നു. ഇതേ ഡയറക്ടർ തന്നെ ബോസൊക്കെ ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഒരു ഗസ്റ്റ് റോളിൽ ജീവ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ശിവ മനസ്സു ശക്തിയിൽ അതേ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ അവസാനം ആര്യയായിട്ട് ഈ നടൻ ആര്യയും ജീവയും വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. പിന്നെ കോ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ശരിക്കും ജീവയുടെ അതുവരെയുള്ളതിലെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം KV ആനന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടർ അയൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന വളരെ ടോപ്പായിട്ടുള്ള സമയത്തായിരുന്നു അത് KV ആനന്ദിൻ്റെ. അന്ന് അദ്ദേഹം ശരിക്കും സിനിമയിലൊക്കെ സംവിധാനം ഒക്കെ മുമ്പ് നമുക്കറിയാം ക്യാമറാമാനാണ് അദ്ദേഹം, ഇപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹം തേന്മാവിൽ കുമ്പത്തിൻ്റെ ഒക്കെ ക്യാമറമാനാണ്. അതിലൂടെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ശരിക്കും പണ്ട് പത്രപ്രവർത്തനമൊക്കെ നടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓർമ്മകൾ, അന്നത്തെ അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് കോ എന്ന് പറയുന്ന ഒരു സിനിമ. അതിലൊരു നമുക്കറിയാം അതൊരു പത്രം, അഡ്വർടൈസിങ് ഏജൻസി, ഇങ്ങനെ ഇതൊക്കെ കണക്ട് ആയിട്ടുള്ള ഒരു മീഡിയയുമായി കണക്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും അന്ന് ഈ ഒരു കഥ ആലോചിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അന്ന് അജിത്തിനെ മനസ്സിലാലോചിച്ചിരുന്നു. പിന്നീട് അത് കാർത്തിയുടെ അടുത്ത്, അന്ന് കാർത്തി 3-4 സിനിമ, എനിക്കൊരു സിറുത്തൈ ഒക്കെ റിലീസായിട്ടുണ്ടോ എന്ന് അറിയില്ല, ഏകദേശം ആ ഒരു സമയമാണ്. സിറുത്ത റിലീസായിട്ടില്ല, സിറുത്തയുടെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ അന്ന് കാർത്തിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ മുമ്പ് വായിച്ചിട്ടുണ്ട്, കാർത്തിയുടെ അച്ഛൻ ശിവകുമാർ സാർ പറഞ്ഞു ഇതിപ്പോൾ കാർത്തി ചെയ്യണ്ട, കാരണം ഇപ്പം അത് കുറച്ച് ഹെവിയാണ്, അത് ചെയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ് കാർത്തി മാറി. പിന്നീടാണ് STR സിലംബരശൻ വന്നത്. സിലംബരശൻ ആ റോള് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു. അന്ന് കാർത്തികയായിരുന്നു അതിൽ നായികയായിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത ശേഷം സിലംബരശനായിട്ടുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസം, സിലംബരശൻ മാറി. പിന്നീടാണ് ജീവ വരുന്നത്. പക്ഷേ ജീവയ്ക്ക് അത് വലിയൊരു ബ്രേക്കായി. അതൊരു കോ എന്ന് പറയുന്നത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, തിയേറ്ററിലൊക്കെ കണ്ടിട്ട് ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് വിജയിച്ച ഒരു സിനിമയായിരുന്നു. അതിൽ വില്ലനായിട്ട് വന്നത് നമ്മുടെ അജ്മൽ അമീറാണ്. അജ്മലിനും അത് വളരെയധികം ഗുണം ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ അത് ജീവയുടെ ഇപ്പം നമ്മളൊരു ജീവയുടെ സിനിമയുടെ ഒരു ഹിറ്റ് പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോല ഹാരിസ് ജയരാജൻ്റെ പാട്ടുകൾ തന്നെയായിരിക്കും. പിന്നെ നൻപൻ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ 3 ഇഡിയറ്റ്സിൻ്റെ റീമേക്ക്, അതിൽ ശരിക്കും ശർമ്മൻ ജോഷി ചെയ്ത ആ ഒരു റോളാണ്. ശരിക്കും അന്ന് ആ റോളിലോട്ട് ഒരുപാട് പേര്, അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സിദ്ധാർത്ഥിന് ഉൾപ്പെടെയുള്ള പല ആളുകൾ സിലംബരസിനോട് ചോദിച്ചിരുന്നു. പക്ഷെ അവരാരും ചെയ്യാതെ അവസാനം ജീവയാണ് റോൾ ചെയ്തത്. പക്ഷെ അവർ നല്ലൊരു കോംബോ ആയിരുന്നു. കാരണം വിജയുടെ കൂടെ
ജീവ റോൾ ചെയ്ത്. എനിക്ക് തോന്നുന്നു ജീവയും വിജയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ഈ അടുത്ത് വരെ ഇവരൊരുമിച്ച് നമ്മുടെ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എനിക്ക് തോന്നുന്നു വിജയ ഗാങ്ങിലില്ല, പക്ഷെ വിജയിനെ കുറിച്ചൊക്കെ പല തമാശകളൊക്കെ ജീവൊക്കെ പലപ്പോഴും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മുഖംമൂടി എന്ന് പറയുന്നത് അത് നമ്മുടെ മിഷ്കിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ, ശരിക്കും മിഷ്കിൻ്റെ ചിത്രം പേശുതടി അതുപോലെ തന്നെ അഞ്ചാതെയൊക്കെ പോലത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഖംമൂടി എന്ന അത്ര വിജയിച്ചൊരു സിനിമയോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും അല്ല ഈ പറഞ്ഞ മറ്റ് സിനിമകളെക്കാട്ടൊക്കെ ഒരു താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ മുഖംമൂടി ജീവയ്ക്ക് അതൊരു എന്നും ജീവയുടെ കരിയറിൽ നല്ലൊരു സിനിമ തന്നെയായിരിക്കും എന്ന് ജീവ എപ്പോഴും പറയാറുണ്ട്. കാരണം അതിനുവേണ്ടി ജീവ ഒരുപാട് എന്താ പറയുക കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ ജീവ പഠിച്ചിട്ടുണ്ട്. അതിൽ വില്ലനായിട്ട് നരേനാണ് വന്നത്. കാരണം നരേൻ അതിന് മുമ്പുള്ള മിഷ്കിൻ്റെ സിനിമകളുടെ നായകനായിരുന്ന നരേൻ ഇതിൽ വില്ലനാവുന്നു, ഇതിൽ ഹീറോ ആയിട്ട് ജീവ അഭിനയിക്കുന്നു. അങ്ങനെ കുറേ അത്യാവശ്യം നല്ല അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയൊരു സക്സസ് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഗൗതം മേനോൻ്റെ നീതാനെ എൻ പൊൻ വസന്തം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായി. അതൊരു ബൈലിംഗലായിരുന്നു. അത് തെലുങ്കിലും ഉണ്ടായിരുന്നു, തമിഴിലും കൂടി ചെയ്തിട്ട് തമിഴിലെ റോളാണ് ജീവ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കലകലപ്പ് 2 എന്ന് പറയുന്ന ഒരു സിനിമ സുന്ദർസിയുടെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് സിനിമകൾ. കലകലപ്പ് തന്നെ ഒരു സീരീസ് ഉണ്ട്. അതിൽ ഈ സിനിമയും അത്യാവശ്യം അവിടെ പ്രത്യേകിച്ച് B ക്ലാസ് C ക്ലാസ് ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ലോണം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 83 നമ്മുടെ കപിൽ ദേവിൻ്റെ രൺവീർ സിംഗ് ചെയ്ത 83-ൽ നമ്മുടെ ശ്രീകാന്ത് ക്രിക്കറ്റ് പ്ലെയർ ശ്രീകാന്തിൻ്റെ ആ ഒരു റോള് ചെയ്തത് ജീവയാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു ലുക്കും ജീവയുടെ ആ ഒരു ലുക്കൊക്കെ കറക്റ്റാണ്. കാരണം നമുക്കറിയാം അതൊരു ലുക്ക് വൈസ് ആണ് ഇവരെല്ലാം ക്യാരക്ടേഴ്സിനെയും ആ ഒരു സിനിമയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജീവയ്ക്ക് എവിടെയോ ആ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് ജീവയ്ക്ക് ആ റോള് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ യാത്ര 2 എന്ന് പറയുന്നത് അത് നമ്മുടെ മമ്മൂക്ക അതിൻ്റെ ആ ഒരു സിനിമയിലും ഇതേപോലെ തന്നെ ജീവയ്ക്ക് ഭാഗമാകാൻ പറ്റി. പിന്നെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഇതുപോലെ തന്നെ ഒന്നും വലിയൊരു വൈഡ് റിലീസൊന്നും അല്ല ബ്ലാക്കിന് കിട്ടിയത്. പക്ഷേ ബ്ലാക്ക് ക്രിട്ടിക്കലി അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത സിനിമ എന്ന രീതിയിൽ അതിൻ്റെ OTTയും സാറ്റലൈറ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം മുടക്ക് മുതൽ പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുണ്ടാവണം. എന്തായാലും ജീവ ഇപ്പോൾ കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 22 വർഷമൊക്കെ ആയി നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവ എവിടെയോ കുറച്ചും കൂടി ഒരു മുൻനിരയിൽ നമ്മൾ പറയില്ല, എവിടെയോ കുറച്ചും കൂടി ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തേണ്ട ഒരാളാണ്. കാരണം ജീവയ്ക്ക് ശേഷം വന്ന പല നടന്മാർ PSK ഉൾപ്പെടെയുള്ളവരും വിജയ് സേതുപതി ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു സ്റ്റാർ ലെവലിലോട്ട് എത്തിയെങ്കിൽ ജീവ ഇപ്പോഴും ആ ഒരു വലിയൊരു ടോപ്പ് ഒരു 5-ലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് 10-ലോ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കുറച്ചുകൂടി താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടിയ ജീവയ്ക്ക് ഇനിയും തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് ജീവയുടെ ഞാൻ കണ്ട സിനിമകൾ. ഞാൻ കാണാത്ത കുറേ സിനിമകളുണ്ട് ജീവയുടെ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഇതൊക്കെയാണ്. കോവ എന്ന് പറയുന്ന സിനിമ, ശിവ മനസ്സുള്ള ശക്തിയൊക്കെയാണ് എനിക്ക് ജീവയുടെ വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സിനിമകളും ക്യാരക്ടേഴ്സും. പിന്നെ കീർത്തി ചക്രയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജീവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ജീവയുടെ സഹോദരൻ ജിത്തൻ രമേശും നടനാണ്. ജിത്തൻ രമേശും പല സിനിമകളിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജീവ ഡബ് ചെയ്യാറുണ്ട്. നമ്മുടെ ആമസോൺ പ്രൈമിൽ ഒരു വെബ് സീരീസിൽ ഷാഹിദ് കപൂറിന് വേണ്ടി എൻ്റെ തമിഴ് ഇതിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത് ജീവയാണ്. അദ്ദേഹം ആക്റ്റീവാണ്. എനിക്കോട് സിനിമാ സംഘടനകളും ഇവരുടെയൊക്കെ യൂത്ത് എന്താ പറയുക, അവർ കുറേ പേരുണ്ട്. അവരുടെ ഒരു ഗ്യാങ്, കാർത്തി, ആര്യ, ജീവ, വിശാൽ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ പലപ്പോഴും പല എന്താ പറയുക ഗെറ്റ് ടുഗദേഴ്സും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിലെ ജഡ്ജായിട്ടൊക്കെ ജീവനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ജീവയെക്കുറിച്ചുള്ള ജീവയുടെ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യും.